ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേൾഡ് ഡിസൈനിങ് വാൾസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടൊക്കെയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണണമെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്യുക. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈലൊട്ടിക്കാൻ പോണ ഒരു വാളിൽ. അപ്പോൾ ടൈലൊട്ടിക്കാൻ പോണ വാൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നല്ല ഗ്രിപ്പൊക്കെ ആയിരിക്കും ആ വാള്. അപ്പോൾ അതിന്റെ മുകളിൽ നമ്മൾ സ്റ്റോൺ വർക്കാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ സ്റ്റോൺ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ മെത്തേഡ്, അല്ലെങ്കിൽ ഈ ടൈലിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസമാണ് സ്റ്റോൺ വർക്കിൽ വരുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാട്ടുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക, സ്കിപ്പ് ചെയ്ത് ആരും പോകരുത്. നമുക്കിനി ബാക്കി വീഡിയോയിലൂടെ കാണാം. ഈ കാണുന്ന ആ ഒരു വാളിലാണ് നമ്മൾ സ്റ്റോണിൻ്റെ വർക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നേരത്തെ അവർ ടൈലൊട്ടിക്കാനൊരു പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ വാള് നല്ല ഗ്രിപ്പാക്കിയാണ് ഇട്ടേക്കണത്. ഇടയ്ക്ക് ലൈൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോൺ വർക്കിന് മുമ്പ് നമുക്ക് ഈ വാളിൽ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ വർക്ക് നമുക്ക് വരുന്ന സ്റ്റോൺ നമ്മൾ അത് ചെയ്താണ് വെക്കണത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് നല്ലൊരു നാച്ചുറൽ ഫീലാണ് കിട്ടുന്നത്. നമ്മളിതിൽ യൂസ് ചെയ്യണത് ഡബിൾ സൈഡ് ടേപ്പ് അല്ലെങ്കിൽ എബ്രോൺ മാസ്കിംഗ് ടേപ്പ് എന്നൊക്കെ പറയും. 4 ഇഞ്ച് തിക്നെസ് ആണ് ആ ടേപ്പിന് നമുക്ക് വരുന്നത്. ഈ ഒരു ടേപ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേപ്പിൻ്റെ ഒരു 4 ഇഞ്ചോളം തിക്നെസ് ഉള്ളതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് നമുക്ക് അതേപോലെ പ്രൊജക്ഷൻ ചെയ്ത് കിട്ടും. അതേപോലെ തന്നെ ടേപ്പ് ഒട്ടിക്കുമ്പോഴും വളരെ നോക്കി തന്നെ ഒട്ടിക്കുക. നമ്മൾ ലൈൻ കറക്റ്റാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ടേപ്പ് ഒട്ടിക്കണേലാണ് നമ്മുടെ ഫൈനൽ ഫിനിഷിങ് വരുന്നത്.
ഇപ്പോൾ ഇവിടെ നല്ലൊരു മഴയൊക്കെ പെയ്തിട്ട് വാളൊക്കെ നന്നായിട്ട് തണുപ്പൊക്കെ ആയിട്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും നമ്മൾ ആ ഒട്ടിച്ച ടേപ്പുകളൊന്നും പൊളിഞ്ഞു പോരുന്നില്ല. അത് നമ്മുടെ ആ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് പറയാം. നമ്മുടെ പാറ്റേണൊക്കെ ഏകദേശം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിയാറായി. ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോൺ അപ്ലൈ ചെയ്യാണ്. നമ്മൾ ഗ്രാനൈറ്റ് മോഡൽ സ്റ്റോണാണ് യൂസ് ചെയ്യണത്. ഡ്യൂറോടെക്സിൻ്റെ ഗ്രാനിറ്റോൺ എന്ന് പറഞ്ഞ സ്റ്റോണിൻ്റെ മെറ്റീരിയലാണ്. നമ്മൾ ഈ സ്റ്റോൺ മിക്സ് ചെയ്യണത് ഹാർഡ്നറും വാട്ടറും വെച്ചിട്ടാണ്. അതായത് ഒരേ ക്വാണ്ടിറ്റിയിൽ രണ്ടും എടുക്കണം. ഇപ്പം 5 ലിറ്റർ ഹാർഡ്നർ ആണെങ്കിൽ 5 ലിറ്റർ വാട്ടർ ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. മിക്സിങ് രീതി നമുക്ക് നോക്കാം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോണിലോട്ട് ഹാർഡ്നറും വാട്ടറും മിക്സ് ചെയ്തത് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം. മൊത്തത്തിൽ ഒഴിച്ച് മിക്സ് ചെയ്യാൻ നോക്കരുത്. അതേപോലെ തന്നെ മിക്സ് ചെയ്യണത് ഡ്രില്ലൊന്നും ഉപയോഗിച്ച് മിക്സ് ചെയ്യരുത്. നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നല്ലൊരു പേസ്റ്റ് ഫോമിൽ വരും. ഇപ്പോൾ ഏകദേശം നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ നല്ലൊരു പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് അപ്പം തന്നെ അപ്ലൈ ചെയ്യരുത്. ഒരു 1 hour എങ്കിലും വെച്ചതിന് ശേഷമാണ് മെറ്റീരിയൽ അപ്ലൈ ചെയ്യാമുള്ളൂ. നമ്മൾ എടുത്ത സ്റ്റോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഡ്യൂറോടെക്സിൻ്റെ ഗ്രാനിറ്റോൺ എന്നാണ് നമ്മുടെ സ്റ്റോണിൻ്റെ പേര്. അതായത് നാച്ചുറൽ ഒരു ഗ്രാനൈറ്റ് ഫീലാണ് നമുക്ക് ആ സ്റ്റോണിൽ നിന്ന് കിട്ടുന്നത്. 24 ഷെയ്ഡിലായിട്ട് നമുക്ക് ഈ സ്റ്റോൺ അവൈലബിൾ ആണ്. നമ്മൾ മെറ്റീരിയൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത പാറ്റേൺ അതിൻ്റെ 4 എഡ്ജസും കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് വിടണം. അതേപോലെ തന്നെ തിക്നെസ് ഒത്തിരി ഓവറായി പോരുത്. ആ ടേപ്പിൻ്റെ ആ തിക്നെസ്സിൽ തന്നെ മെറ്റീരിയൽ എല്ലാം ഒരേപോലെ അപ്ലൈ ചെയ്യണം. നമ്മൾ ചെയ്യണ വർക്കിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് പറയാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഇത് ഡ്രൈ ആയി വരാനായിട്ട് ഏകദേശം ഒരു 1 day എങ്കിലൊക്കെ എടുക്കും. ഒരു ദിവസത്തോളം എടുക്കും ഇതൊന്ന് ഉണങ്ങി ആ സ്റ്റോണിൻ്റെ ഫീലിലോട്ട് വരാനായിട്ട്. ഇപ്പോൾ ഈ ഒരു ഹാർഡ്നറിൻ്റെ കളറാണ് ഇപ്പോൾ ഈ വൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതിപ്പോൾ നോക്കണ്ട, അതങ്ങ് മെറ്റീരിയൽസ് ഇതേപോലെ അങ്ങ് ഇട്ട് ഫില്ല് ചെയ്യുക. ചെറിയ ചെറിയ എഡ്ജസും ഗ്യാപ്പൊക്കെ നോക്കി ഫില്ല് ചെയ്ത് അങ്ങ് വിടുക. മറ്റൊരു കാര്യം, നമ്മൾ സ്റ്റോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ടേപ്പ് പൊളിക്കണം. അത് ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള ടേപ്പ് നമുക്ക് അതേ ലൈനിൽ പൊളിച്ചെടുക്കാൻ ഇത്തിരി പാടായിരിക്കും. നമ്മൾ ടേപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ ബ്ലാക്ക് ലൈൻ ഇട്ട് ഫില്ല് ചെയ്യണം. എന്നാലാണ് നമുക്ക് ലോങ്ങിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോണിൻ്റെ ഒരു പ്രൊജക്ഷൻ നമുക്ക് എടുത്ത് കാണിക്കുള്ളൂ. ഇതൊരു ഗ്രാനൈറ്റ് മുകളിൽ സ്റ്റോൺ വർക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം അത് ഇടയ്ക്കൊരു ഫ്ലേക്സ് ഒക്കെ കാണാം. അതൊക്കെ ഈ ഒരു മെറ്റീരിയൽ വന്ന ഷെയ്ഡുകളാണ്. നമ്മൾ അടുത്ത് ചെയ്യണത് അതിൻ്റെ മുകളിൽ ക്ലിയർ അടിക്കുകയാണ്. നമ്മൾ ഡ്യൂറോടെക്സിൻ്റെ ഷൈൻ എന്നുള്ള ക്ലിയറാണ് എടുക്കുന്നത്. ഡ്യൂറോടെക്സിൻ്റെ ഷൈൻ എന്നുള്ള ക്ലിയറിൻ്റെ ക്വാണ്ടിറ്റിയുടെ അതേ അളവിൽ തന്നെ നമ്മൾ ടിന്നറാണ് ഒഴിച്ച് മിക്സ് ചെയ്യുന്നത്. നമ്മൾ NC ടിന്നറാണ് എടുക്കുന്നത്. NC ടിന്നർ വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുന്നത്. നമ്മുടെ സ്റ്റോണിൻ്റെ വർക്കിൻ്റെ മുകളിൽ മിനിമം ഒരു 2 കോട്ടെങ്കിലും ക്ലിയർ അടിക്കണം. എന്നാലാണ് നമുക്ക് ആ സ്റ്റോണിൻ്റെ ഫിനിഷിങ്ങും അതുപോലെ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എല്ലാം നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഈ ഒരു ക്ലിയർ അടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പായൽ പിടിക്കാനോ അതേ പല ക്ലൈമറ്റ് ആയിരിക്കും നമുക്ക്. അപ്പോൾ ഏതൊരു ക്ലൈമറ്റിലും പൊരുത്തപ്പെട്ട് പോകണമെങ്കിൽ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഒന്ന് പ്രൊട്ടക്ഷൻ പോലെ കൊടുക്കണം മുകളിൽ. നമ്മുടെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു നാച്ചുറൽ ഫീലാണ് കിട്ടുന്നത്. ടൈലൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഒറിജിനൽ ഫീൽ തന്നെ കിട്ടും നമുക്ക് സ്റ്റോണിൻ്റെ. അതിൻ്റെ വർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻ അറിയാനായിട്ട് ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക.